നൗഷാദ് അലി അത് ഉറപ്പ്. പൊന്നാനിനെ അറിയണേ അല്ലെങ്കിൽ പൊന്നാനിലെ ജനങ്ങളെ അറിയണേ ഒരു ആളായിരിക്കണം പൊന്നാനി MLA തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പൊന്നാനി നമ്മളെ സെക്യൂർ തന്നെ ജയിക്കുള്ളൂ. UDF ജയിക്കാനാണ് സാധ്യത കാണുന്നത്. പൊന്നാനി ഇപ്രാവശ്യം UDF ജയിക്കും. ആര് ജയിക്കുക? ആരും ജയിച്ചോട്ടെ. ചെങ്കോട്ടയായിട്ടുള്ള നമ്മുടെ പൊന്നാനി, ഈ പൊന്നാനി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് കൊണ്ടുപോകും? ചെങ്കോട്ട ഇടതുപക്ഷം നിലനിർത്തുമോ അതോ UDF കൈയടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയുക തന്നെ വേണം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാരോട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു നിലപാട്, അവരുടെ ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേട്ടാ, ഇപ്രാവശ്യത്തെ ഇലക്ഷനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ആരാ ജയിക്കുക നമ്മുടെ പൊന്നാനി മണ്ഡലത്തില്? അതിപ്പോ പറയാൻ വയ്യ, അങ്ങനെ പറയാം. എന്നാലും ഒരു ഏകദേശം ഒരു ഐഡിയ. എനിക്ക് ഉറപ്പില്ല ആരാണെന്ന്. ടൈറ്റ് ആണോ മത്സരം? ടൈറ്റൊക്കെ തന്നെയാണ്, എങ്ങനെ ഞാൻ പറയാം. ചേട്ടൻ എന്താ തോന്നുന്നത്? ഇടതുപക്ഷം MK സക്കീർ തന്നെ ജയിക്കും. അങ്ങനെ കാഴ്ചപ്പാട് ഒരു ഇതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സക്കീറിനാണ് സാധ്യത. നമ്മളെ കാഴ്ചപ്പാട് കാണുന്നത്. ആരാ ജയിക്കുക? സക്കീർ ജയിക്കും. 100% ഉറപ്പാണ്. MK സക്കീർ ജയിക്കുമോ അതോ KP നൗഷാദ് ജയിക്കുമോ? സംശയമില്ല, ഉറപ്പാണ്. അപ്പൊ ഇതൊരു ചെങ്കോട്ട എന്നുള്ള രീതിയിലാണ്. കുറെ വർഷക്കാലമായില്ലേ? ഇല്ല, ഇതോടുകൂടി തീരുന്നാണോ പറയണത്? മുന്നേ അപ്പൊ എന്തായാലും നൗഷാദ്. സർക്കാർ ആര് വരും? സർക്കാർ വരും. പൊന്നാൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് കോളേജ്. എത്ര കൊല്ലം ഭാര്യ മരിച്ചു? 10 കൊല്ലം അവർ ഭരിച്ചു. ഇവിടെ MP MLA ഒക്കെ ആരൊക്കെ എത്ര കൊല്ലം ഭിത്തി കെട്ടൽ തുടങ്ങിയിട്ട്? എത്ര കൊല്ലത്തെ ബാക്കി ഫണ്ടിന് എത്ര ബാക്കിയുണ്ട്? ഇനി ഇപ്പോൾ ഷിപ്പ് ഇവിടെ ആർക്കൊക്കെ ബോട്ടുണ്ടാക്കേണ്ടി, ആർക്കൊക്കെ കപ്പലുണ്ടാക്കേണ്ടി? ഇവിടെ അപ്പോൾ പൊന്നാനിക്ക് ഇവിടെ കപ്പലുണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കണേ ആ പാവങ്ങളെ ഒളിപ്പിച്ച് തന്നിട്ടാണ്. വേറെ ഒന്നും പറയില്ലേ. ഇവിടെ ഒരു ഭരണവർ കാണിക്കട്ടെ. ഇടതുപക്ഷ സർക്കാർ ഒരു തരത്തിലുള്ള വികസനം കൊണ്ടുവന്നില്ല. എവിടെ വരുന്നേ? കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇതൊക്കെ തന്നെ ന്യായങ്ങള്. അപ്പൊ നൗഷാദ് അലി വരും പൊന്നാനില്ല, ഭരണം മാറും. അറിയില്ല. ഓക്കെ, നൗഷാദ് അലി അത് ഉറപ്പ്. MK സക്കീർ വരില്ല. ഇടതുപക്ഷം തോക്കും. ഇവിടെ തോൽക്കും, ഉറപ്പാണ്. എല്ലാവരും മാറി മാറി വരയ്ക്കുമ്പോഴേ നമുക്ക് ആവശ്യമുള്ളത് വരുള്ളൂ. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റലില്ല. ഇവിടുന്ന് കോട്ടയൊക്കെ പോകണം, അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ പോകണം. ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേന് അത് പണിയാവും. അപ്പോൾ ആ വന്ന് പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ മാറി മാറി വലിച്ചെങ്കിലും കൂടിയിട്ട് ഒരു കോളേജ് ഇവിടെ ഇല്ല. തൽക്കാലം ഒരു മാറ്റം എല്ലാവരും വരണമല്ലോ, അപ്പോഴല്ലേ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് വെറും ഒരാൾക്ക് തന്നെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അവരും കൂടി വരണം. 2 ടീം ടഫാണ്. കട്ടയ്ക്ക് മത്സരമാവും. പിന്നെ ആർക്കാണ് കറക്റ്റ് വരാൻ പറ്റില്ല. ഏകദേശം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിസരത്തുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ 2 ടഫാണ് കാണുന്നത്. അത് LDF. നമ്മുടെ ഈ പൊന്നാനി മണ്ഡലത്തില് ആര് ജയിക്കുന്ന തോന്നുന്നേ? സക്കീർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓക്കെ, അപ്പോൾ ഈ നൗഷാദിലെ പോലുള്ള ഒരു കാൻഡിഡേറ്റിനെ അവരെ ഇവിടെ കുറച്ച് കാലമായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം അത് ഈ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്കും അതുപോലെ മത്സ്യത്തൊഴിലാളികളിലേക്കൊക്കെ കുറച്ചുകൂടി ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ അവർ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഇതിൽ ഫലിക്കില്ല. സർക്കാർ എന്തായാലും അധികം വികസനം വാക്കെന്താണ് അത് വന്നിട്ടുണ്ട്. ഈ 10 വർഷത്തിലാണ് അത് നമുക്കെല്ലാം കാണാം. ഇന്ത്യ എന്നുള്ളത് നേരത്തെ പറയും നോണപ്രചാരണം ബാധകല്ലല്ലോ. അല്ല, അത് പിന്നെ നമ്മൾ കേൾക്കണം. അപ്പോൾ ആൾക്കാർക്കെല്ലാം കാണാം. അപ്പോൾ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നെ വേണേൽ ഇപ്പോൾ കാണാം എൻ്റെ വികസനം തന്നെ. ഈ റോഡായാലും ഏത് റോഡായാലും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ വികസനത്തിൻ്റെ പേരിലാണ് ഈ പ്രാവശ്യം ജയിക്കുക. ഇനി എന്തെല്ലാം വികസനം കൊണ്ടുവരാനുണ്ടോ അതിലേക്ക് നടക്കും കഴിയും. നല്ലത് വരട്ടെ. എന്തായാലും ഒരു മാറ്റമൊക്കെ എല്ലാവരും അത്യാവശ്യമായ കാര്യങ്ങളാണ്. എന്നാലും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ വരട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. പൊന്നാനി ആര് കൊണ്ടുപോകുന്നപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്.
കഴിഞ്ഞ വർഷത്തെ MLA പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ LDF ആണ് ജയിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ UDF ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൂടുതൽ വികസനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്ന വാഗ്ദാനങ്ങൾ. മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ LDF ഭരണത്തിൽ പല കാര്യങ്ങളും നല്ലതായി നടന്നിട്ടുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പൊന്നാനിനെ അറിയണേ അല്ലെങ്കിൽ പൊന്നാനിൻ്റെ ജനങ്ങളെ അറിയണേ ഒരാളായിരിക്കണം പൊന്നാനി MLA എന്ന് തന്നെ നമ്മളും ആഗ്രഹിക്കുന്നത്. പൊന്നാനിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിനെ ഒരാളെന്ന് പറയുന്ന നൗഷാദ് അലി പൊന്നാനിക്കാരനല്ല, സക്കീർ പൊന്നാനിക്കാരനാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നും ഉള്ള കാര്യങ്ങൾ ഇല്ലാന്നും പറഞ്ഞിട്ട് കാര്യം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഡെയിലി എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രവർത്തിക്കുന്ന ആളെ തന്നെ ആയിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇപ്പൊ എത്ര വയസ്സായി? വയസ്സാ 72ആയി. ഒരുപാട് വോട്ടൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? ഇത്തവണ ആർക്കാണ് വോട്ട്? എന്താ പൊന്നാനി ആര് കൊണ്ടുപോകുന്ന വിചാരിക്കണേ? പൊന്നാനി ആര് കൊണ്ടുപോകുന്ന വിചാരിക്കണേ? സക്കീർ ജയിക്കോ അതോ നൗഷാദിൽ ജയിക്കോ അതോ BJP? എല്ലാവരും നമുക്ക് വേണം. സക്കീറാണെങ്കിൽ സക്കീർ നായിക്കും. UDF ജയിക്കാനാണ് സാധ്യത കാണുന്നത്. സാധ്യത. ഓക്കെ, അപ്പോ നൗഷാദ് അലി വരും. MK സക്കീറിന് ഇല്ല, നമുക്ക് അങ്ങനെയൊന്നും സക്കീറിനുള്ള വൈരാഗ്യം കൊണ്ട് പറയല്ല. അവരെ ഇവിടുത്തെ കാലത്തിനനുസരിച്ച് തോന്നുന്നത് അങ്ങനെയാണ്. നൗഷാദ് അലി ഉറപ്പാണ്. എനിക്ക് 64 വയസ്സായി. എനിക്ക് മനസ്സിലില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ അവർ തരുന്നില്ല. വലിയ വീടാണ് ഇത് കാരണത്തില് AC വെച്ച കാരണമാണ്. അത് കാരണം തരില്ല. ആയിരിക്കും വലിയ കാറുണ്ട്, കാറുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ പലവും ഉണ്ട്. 4 വീലുള്ള വണ്ടിയുണ്ട്, വലിയ വീടുണ്ട്, 5 AC വെച്ച വീടുകളുണ്ട്. അവർക്കൊക്കെ ഉണ്ട്. എനിക്കില്ല. എനിക്ക് 6 സെന്റ് സ്ഥലമുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ കിട്ടും. UDF അധികാരത്തിൽ വന്നതൊക്കെ ഞാൻ വലിയ വിശ്വസിക്കില്ല. അവര് വന്നാലും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അത് പറയാൻ പറ്റുമല്ലോ. അവരെങ്ങനെ തീരുമാനിക്കുന്നത്? അവർ പറയുമ്പോൾ ഇതിലിങ്ങനെ പറയും, ഞങ്ങൾ ഇന്നത് തരും മറ്റേ തരും എന്നുള്ള അവർ പറയും. നമ്മുടെ പൊന്നാനി ആരാ ജയിക്കുക? പൊന്നാനി കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് ജയിക്കും. ചേട്ടാ, ഈ പൊന്നാനി ആര് ജയിക്കുന്ന തോന്നണേ? നൗഷാദ് അലി ജയിക്കും. സംശയം എന്തോ? വോട്ട് കൂടുതൽ കിട്ടിയാലും ജയിക്കും, അത്രേ ഉള്ളൂ. നൗഷാദ് അലി അല്ലാതെ വേറെ ആരും ജയിക്കാനില്ല. ഇവിടെ 5ാമത്തെ പ്രാവശ്യമാണ് അവർ ജയിക്കുന്നത്. 6ാമത്തെ പ്രാവശ്യമാണ് നിൽക്കുന്നത്. ഇപ്പോൾ ജയിക്കാൻ ഇപ്പം ജയിക്കുള്ളൂ. കോൺഗ്രസിന്റെ കൈപ്പത്തി അവനല്ല വേറെ ആരും ജയിക്കൂല. നൗഷാദ് അലി. ഓക്കെ, അതന്നെ. പൊന്നാനി ആരാ ജയിക്കുക? പിണറായി വിജയൻ തുടർന്നും ഭരിക്കും. 100%. ഒരു സംശയമില്ല. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിണറായി ഭരിക്കുള്ളൂ. തുടർഭരണം ഉണ്ടാവും വിചാരിക്കുന്നു. ഉറപ്പായിട്ടും അല്ലേ? ഓക്കെ, പറയാൻ പറ്റൂല. കോൺഗ്രസ് കൊണ്ടുപോകും, ഉറപ്പാണ്. ചെങ്കോട്ട തകരുന്നാണോ? തീർച്ചയായിട്ടും ദുർഭരണമല്ലേ നടക്കുന്നു. നൗഷാദ് അലി ജയിക്കും. പൊന്നാനി LDF ആണ് ജയിക്കുന്നത് സാധാരണ. ഇപ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് കോമ്പറ്റീഷനാണ്. കട്ടക്കല്ലേ. പൊന്നാനി ഇപ്രാവശ്യം UDF ജയിക്കും. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റത്തിനുള്ളിൽ ഒന്ന് മാറി ചിന്തിക്കും എല്ലാവരും. വികസനം ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒന്ന് മാറി ചിന്തിക്കും. പോവാൻ സാധ്യത? പൊന്നാനി പോവാ, അതുപോലെ തവനൂരോ? തവനൂർ കിട്ടും. തവനൂരും കിട്ടും. കിട്ടാതൊന്നും ഇരിക്കില്ല. തവനൂരും കിട്ടും, പൊന്നാനി കിട്ടും. ഒരുവിധം 3/4 ഭാഗങ്ങളും പൊന്നാനി അടക്കം ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ UDF തരം കാണും. പൊന്നാനി നമ്മളെ സക്കീർ തന്നെ ജയിക്കുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച അവിടെ മൊത്തത്തിൽ ഒരു ഇത് കുറേ പേര് UDF ജയിക്കുന്ന ഉറച്ച നിലപാടിലാണ് പറയുന്നത്. അവരൊക്കെ നൗഷാദ് അലി വരുന്ന പറയുന്നത്. നമ്മൾ ഇത്രയും വികസനം കണ്ടില്ലേ, നമ്മള് പാലങ്ങൾ കണ്ടില്ലേ, മേലേക്ക് ക്യാമറ മേലേക്കിട്ടോക്ക്. അതെ. പിന്നെ സക്കീർ തന്നെ ജയിക്കുള്ളൂ. സർക്കാരിന്റെ വികസനം എന്തായാലും വോട്ടായിട്ടില്ല. വോട്ടായിട്ട് കിട്ടും. ആര് ജയിക്കുക? ആരും ജയിച്ചോട്ടെ. ഒരു താങ്കളെ യാതൊരു രീതിയിൽ ബാധിക്കൂലേ? ഇല്ല, ആര് ജയിച്ചാലും കുഴപ്പമില്ല. വോട്ട് ചെയ്യൂലേ? വോട്ടും ചെയ്യില്ല, നോട്ടയ്ക്ക. ഓക്കെ, പൊന്നാനി LDF കുത്തകയായിട്ടുള്ളതാണ്. അത് ഒരാൾക്കും അത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. ആ ലെവലിലാണ് പോണത്. അത് വീണ്ടും വരും. പിണറായി വിജയൻ തന്നെ വീണ്ടും ഭരിക്കും കേരളം. ഇവിടെ പൊന്നാനി നടക്കുന്ന മത്സരം ടൈറ്റ് മത്സരമാണ്. കാരണം 2 ടീമും
ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ആര് ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.